രേവതി കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അതെ, നിൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ചായ അല്ല കേട്ടോ, നല്ല കട്ടിയുള്ള നല്ല രുചിയുള്ള ചായ ആയിരിക്കണം. അമ്മേ, ഇത് ആർക്കാണെന്ന് ചോദിക്കുകയാണ്. ഇത് ആർക്കാണെന്നോ? ഇത് വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ട്. വർഷ രാവിലെ എന്ന് പറയുമ്പോഴേക്കും, അല്ല നീ കൊണ്ടു കൊടുക്കണ്ട, ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വാതിൽ തുറക്കുന്ന സമയത്ത് ശ്രീകാന്ത് സാരി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ എന്ന് വിളിക്കുമ്പോഴേക്കും സാരി താഴെ ഇടുന്നുണ്ട്. എടാ, നീയാണോ സാരി മടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഓ അതവിടെ കിടന്നുകൊണ്ട് ഞാൻ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് നീ മടക്കി വെക്കണോ? നിൻ്റെ ഭാര്യ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രേവതി ചെയ്യില്ലേ? നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതാ കോഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് കോഫി കൊടുക്കുകയാണ്. ചേച്ചി ഉണ്ടാക്കിയ കോഫിയാണോ? കുറേ നാളായി കഴിച്ചിട്ട്, ഞാൻ എന്തായാലും ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വർഷയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് എടുത്തിട്ട് വന്നത്. അല്ല, അവൾ പോയെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളിപ്പോൾ സങ്കടപ്പെട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതാണ്. എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എങ്ങനെയെങ്കിലും അവളെ സമാധാനിപ്പിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അമ്മ സമാധാനമായിട്ടിരിക്കും. അവളെ അമ്മ ജോലിക്ക് പോയതാണ്, അവൾക്ക് രാവിലെ ഡബ്ബിങ് ഉണ്ട്, അതുകൊണ്ട് പോയതാണ്. ഇത്ര നേരത്തെയോ? ജോലിക്കോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെന്താ ഞാൻ ദേഷ്യത്തോടു കൂടി പറയുന്നത്? അങ്ങനെ അല്ലടാ, അവൾ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ. എന്നിട്ട് അമ്മായി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ ഉണ്ടായിട്ട് എന്നോട് ഒന്നും പറയാതെ ഇവൾ എങ്ങനെ പോകുന്നത്? എന്നോടും പറയാതെ അവൾ പോയത് രാവിലെ എണീറ്റിട്ട് ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ എന്ത് ശീലമാണെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഇവളൊക്കെ ഇങ്ങനെയാണ്, അവൾക്ക് കോള് വരും, എന്ന് വരുന്ന സമയത്ത് തന്നെ ഇവൾ പോവും എന്ന് പറയണം. എനിക്കിതൊന്നും പിടിക്കില്ല കേട്ടോ ശ്രീകാന്ത് എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പുറകെ തന്നെ ചെല്ലുകയാണ്. അപ്പോൾ അവൾക്ക് എന്തോ അർജൻറ്റായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഞാനൊരുത്തി ഇല്ലേ ഇവിടെ, നിൻ്റെ അടുത്ത് ശ്രുതി എവിടെയാണെങ്കിലും പോവുകയാണെങ്കിലും പറഞ്ഞിട്ടേ പോകുള്ളൂ. ഈ രേവതി ആണെങ്കിലും പറഞ്ഞിട്ടേ പോവുക. എന്നാൽ ഈ പെണ്ണ് മാത്രം വന്ന ഉടനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അമ്മ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ട് പോവുക എന്ന് പറയുമ്പോൾ, ഞാൻ എണീക്കുന്നവരൊക്കെ കാത്തു നിന്നൂടെ? അല്ലെങ്കിൽ കതക് തട്ടിയിട്ട് അവൾ പോവാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയിക്കൂടെ? ശരി, അവൾ ആദ്യ ദിവസം ഒരു അബദ്ധം പറ്റിയതാണ്, നീ ഇനി ഈ വീട്ടിൽ നിന്ന് പറയാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവളെ എന്ത് ബഹുമാനമാണ് തരുന്നത്? പുതിയ മരുമകൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെങ്ങനെയാണ് എന്നെ കാണുക? ഇത് കേട്ടിട്ട് രേവതി ഇങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് ശ്രീകാന്തിനോട് ഇതൊന്നും ശരിയല്ലെന്ന് പറയുകയാണ്. അപ്പോൾ എന്താടി ചന്ദ്രേ നീ രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ പോവുകയാണ്. രവി ഏട്ടാ, രാവിലെ തന്നെ അവൾ ജോലിക്ക് പോയി, എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോകണം. അമ്മായി എന്ന് പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു തീരെ ഇഷ്ടപ്പെടുന്നില്ല. മറ്റു രണ്ട് പെണ്ണുങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ സംസാരം കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ വീട്ടിൽ എന്താണ് വില? ഇന്നലെ ഞാൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലേ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അവൾ പോകുന്നത്. ഇതിപ്പോൾ 3 ആൺകുട്ടികൾക്ക് അവരവരുടെ ജീവിതം കിട്ടി, അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണമെങ്കിൽ തീരുമാനിക്കുന്ന അവളാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ? നമുക്കിവിടെ ടേബിളും ചേരുമ്പോൾ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നത്? ബസ് പോകുന്ന സമയത്ത് ഓരോരോ സ്ഥലം എത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ അവിടെ ഇറക്കി വിട്ടുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അവസാനം വരെ എല്ലാ ഭാരവും നീ തന്നെ ചുമക്കേണ്ടി വരും. വയസ്സാകുമ്പോൾ കുറച്ച് അടക്കം ഒതുക്കത്തോടു കൂടിയിരിക്കണം. 3 കുട്ടികൾക്ക് അവരുടെ ഭാര്യമാരെയും കണ്ടെത്തി കൊടുത്തു. ഇനി അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ആ കൊച്ചിന് ജോലി ഉണ്ടാകും, അവൾ പോയി, അത്ര തന്നെ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മൂത്തവർക്ക് ബഹുമാനം തന്നില്ലെങ്കിൽ അത് വലിയ വലിയ കാര്യങ്ങളായി മാറും. എന്തായാലും നമ്മൾ അറിഞ്ഞിട്ട് തന്നെയല്ലേ വേണ്ടത്? അങ്ങനെ അവിടേക്ക് ശ്രുതിയും കൂടി വരികയാണ്. അപ്പോഴേക്കും ശ്രുതി ആ കോഫി എടുത്ത് കുടിക്കുകയാണ്. അമ്മ എനിക്കൂടി കോഫി എടുത്ത് വെക്കേണ്ടത് ചോദിക്കുകയാണ്. അതെ, ഞാൻ വർഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ശ്രുതിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. സോറി ആൻറ്റി, ഞാൻ അറിയാണ്ട് എടുത്താണെന്ന് പറഞ്ഞു. സാരമില്ല, നീ കുടിച്ചോ. അവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോയി. അതെ ആൻറ്റി, ഞാൻ ശ്രീകാന്തിനോട് ആൻറ്റി സംസാരിക്കുന്ന കാര്യം കേട്ടു, എനിക്കും തോന്നി ആൻറ്റിയോട് പറയാതെ അവൾ പോയല്ലോ എന്നുള്ള കാര്യം. ശ്രുതി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പ്രൊഫഷൻ അതാണ്, അതുകൊണ്ടാണ് അവൾ പോയത്. ഉടനെ ജോലി വന്നു കഴിഞ്ഞാൽ അവൾക്ക് പോയല്ലേ പറ്റുള്ളൂ. എൻ്റെ ഷോറൂമിൽ കസ്റ്റമർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഈ കോഫി തന്നെ ഞാൻ തന്നെ കുടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് നൈസായിട്ട് പോവുകയാണ്. അല്ല, വർഷ അമ്മയോട് പറഞ്ഞില്ലെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വരുന്നത്. ഇവൾക്ക് 2 പേർക്കും അവർക്ക് എന്നെ ബഹുമാനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊന്നുമില്ല, എനിക്കിപ്പോഴും ഓർമ്മ വന്നു. നൈറ്റ് അവൾ എന്തോ പറഞ്ഞിരുന്നു, ഐ ഗോ മോർണിംഗോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അത് കേൾക്കുമ്പോൾ രവി പറയും, നിനക്ക് ഇംഗ്ലീഷ് നന്നായി അറിയുന്നല്ലേ പറഞ്ഞത്? അത് മെല്ലെ പറഞ്ഞാൽ മനസ്സിലായി. ഇവള് ജെറ്റ് വിട്ട പോലെയല്ലേ പോകുന്നത്, അവളാണെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ച ഒരു മരുമകൾ എങ്ങനെ എന്നോട് പറയാതെ പോവുക എന്ന്. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്, എന്നിട്ട് പറയുന്നുണ്ട്, അല്ലമ്മേ, അവൾ രാവിലെ വിളിച്ചപ്പോൾ രാവിലെ കോൾ വന്നു എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെ അമ്മയോട് രാത്രി പറയുന്നത്? അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അന്യഭാഷ
പറഞ്ഞല്ലോ കുഴപ്പം. എന്തൊക്കെ തന്നെയല്ലേ അവള് പറഞ്ഞിട്ടല്ലേ പോയത്. അമ്മേ രാവിലെ വർഷ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. നിന്നോട് പറഞ്ഞോ? മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും അവൾ എന്നോട് പറഞ്ഞോ? അമ്മയോട് പറഞ്ഞില്ല. അതുകൊണ്ട് ചേച്ചി പറയണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ചമ്മി നാറുകയാണ്. രണ്ട് മരുമകൾക്കിടയിൽ വില കളയും പോകുമെന്ന് വിചാരിച്ചിട്ട് വർഷ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നത്. ആ ചന്ദ്രമതിക്ക് നല്ല മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു രംഗത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നത്. നല്ലൊരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.